സംസ്ഥാനത്ത് ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടും. രാവിലെ 10 മണി മുതൽ രാത്രി 12 വരെയാക്കും. ബിസിനസ് പ്രൊഫഷണൽ മീറ്റിംഗുകൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പുലർച്ചെ 3 വരെ ഈ ബാറുകളുടെ പ്രവർത്തനം അനുവദിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആർ ശ്രീത്ത് തിരുവനന്തപുരത്തും ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, ഈ രീതിയിൽ ബാറുകളുടെ പ്രവൃത്തി സമയം കൂട്ടാനുള്ള തീരുമാനം അത് ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് ഉണ്ടാകുന്നു? ഒപ്പം തന്നെ ഈ പ്രത്യേക വിഭാഗം ഈ പ്രൊഫഷണൽ മീറ്റിംഗുകളൊക്കെ നടക്കുന്ന മൈസ് ടൂറിസം മേഖലകളിൽ അത് 3 വരെ പോകാം എന്നുകൂടി തീരുമാനിക്കുന്നു. എന്താണ് കാരണം? പ്രജിൻ, ടൂറിസം മേഖലയിൽ നിന്നുള്ള ദീർഘകാല ആവശ്യം പ്രമാണിച്ചാണ് സർക്കാർ ബാറുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത്. ഇപ്പോൾ തന്നെ രാത്രി 11 മണി വരെയാണ് ബാറുകളുടെ പ്രവൃത്തി സമയം. രാവിലെ 11 മുതൽ രാത്രി 11 വരെ എന്നതാണ് ബാറുകളിൽ മദ്യം വിളമ്പുന്നതിന് അനുവദിച്ചിരിക്കുന്ന സമയം. എന്നാൽ അതിൽ 1 മണിക്കൂർ കൂടി ദീർഘിപ്പിക്കാനാണ് പൊതുവായിട്ടുള്ള തീരുമാനം. ടൂറിസം കേന്ദ്രങ്ങളിൽ ഇപ്പോൾ തന്നെ രാത്രി 12 മണി വരെ ബാർ പ്രവർത്തിപ്പിക്കാനുള്ള അനുമതി ഉണ്ട് എന്നാണ് എക്സൈസ് വകുപ്പ് പറയുന്നത്. അപ്പോൾ അത് മറ്റ് മേഖലകളെ കൂടി അത് ആ ഇളവ് നൽകിയിരിക്കുന്നു എന്നതാണ് ഈ തീരുമാനത്തിൻ്റെ പ്രസക്തിയായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ഇതോടൊപ്പം തന്നെ ഈ മൈസ് ടൂറിസം, ബിസിനസ് കോൺക്ലേവുകളും ബിസിനസ് ടൂറിസവുമായി ബന്ധപ്പെട്ടും മറ്റു കോൺഫറൻസുകൾ നടക്കുന്ന മേഖലകളിൽ പുലർച്ചെ 3 മണി വരെ, അതായത് സമയ നിബന്ധനയില്ലാതെ ബാറുകൾ പ്രവർത്തിപ്പിക്കാനുള്ള അനുമതി കൂടി നൽകിക്കൊണ്ടുള്ള തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകും. ഇന്ന് തന്നെ എക്സൈസ് കമ്മീഷണറുടെ ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനവും മറ്റും പുറപ്പെടുവിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനായിട്ട് ഇത്തരത്തിൽ മൈസ് ടൂറിസം നടക്കുന്ന സ്ഥലങ്ങളിൽ സമയ നിബന്ധനയില്ലാതെ ബാറുകൾ പ്രവർത്തിപ്പിക്കുന്നതിനായി ഒരു ലൈസൻസ് ഫീസിന് പുറമെ പ്രത്യേകം പണം അടയ്ക്കേണ്ടി വരും. 5 സ്റ്റാർ ഹോട്ടലുകൾക്കാണ് ഈ അനുമതി നൽകാൻ പോകുന്നത്. അവർ ലൈസൻസ് ഫീസിന് പുറമെ 5 ലക്ഷം രൂപ കൂടി അടയ്ക്കണമെന്നതാണ് പ്രധാനപ്പെട്ട നിബന്ധന. അങ്ങനെ വരുമ്പോൾ ഈ ഈവൻറ്റുകൾ നടക്കുന്ന സമയത്ത് സമയ നിബന്ധനയില്ലാതെ ബാറുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയും എന്നതാണ് കാര്യം. ഇപ്പോൾ തന്നെ പലയിടത്തും ഇത്തരത്തിൽ ബിസിനസ് മീറ്റിങ്ങുകളും മറ്റ് ആഘോഷങ്ങളും ഈവൻറ്റുകളുമൊക്കെ സംഘടിപ്പിക്കുമ്പോൾ സമയദൈർഘ്യം കടന്നും ഈ മദ്യം വിളമ്പുന്ന രീതിയൊക്കെ ഉണ്ട്. അതിനെ ലീഗലായി മാറുന്നു. അത് പ്രത്യേകിച്ചും ടൂറിസം മേഖലയുടെ ദീർഘകാല ആവശ്യം പരിഗണിച്ചാണ് എന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം. യെസ്, എന്തായാലും മൈസ് ടൂറിസം മേഖലകളിൽ അത്തരത്തിൽ സമയം ഇല്ലാതെ മദ്യം വിളമ്പാൻ കഴിയും. പക്ഷേ ലൈസൻസ് ഫീസിന് പുറമെ 5 ലക്ഷം രൂപ കൂടി അടയ്ക്കണം എന്നതാണ് ഇതിലെ നിബന്ധന. ആശ്രയിത്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.